സാർ, ഇപ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് സൈബറിടത്താണ്. മുമ്പ് ഈ വർഗസമരങ്ങൾ സംഘടിപ്പിച്ചും പ്രക്ഷോഭങ്ങളുടെ വഴിയൊക്കെയായിരുന്നു. ഇപ്പോൾ അതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ 15,000-ഓളം വരുന്ന വലിയൊരു സംഘത്തെ നിയോഗിക്കാൻ പോകുമെന്നാണ് വാർത്തകൾ വരുന്നത്. പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈബർ പോസ്റ്റുകളും റീലുകളും ഒക്കെ തയ്യാറാക്കുക, അതുവഴി പാർട്ടി പരിപാടികളും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. CPM എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സാറിന് എന്താ മനസ്സിലാകുന്നവർ? അല്ല, പുതിയ ഒരു കാലം, ആ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് പോലെ അല്ല. അതിൻ്റെ ഒരു വലിയ വ്യത്യാസം ഇതിനകത്തുണ്ട്. അത് CPMനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് പകരം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ എങ്ങനെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും? അതിന് ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ റീൽസിൻ്റെ ഒരു കാലമാണ്. അതെ. അപ്പോൾ റീൽസിലൂടെ മാത്രമാണ് എളുപ്പത്തിൽ ആളുകളിലേക്ക് 1 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതായിട്ടുള്ള ആശയങ്ങളുടെ ചെറിയ കുറിപ്പ്, നമ്മൾ പണ്ട് ഈ ജാപ്പാനീസ് ഹൈക്കു കവിതയൊക്കെ പോലെ പൊളിറ്റിക്സിനെ അങ്ങനെ ഈ ചെറിയ ക്യാപ്സൂളുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ക്യാപ്സൂള് തലക്കടിച്ച് കയറ്റി അതിനകത്ത് ആളുകളെ അമർത്തിയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നു. കാരണം നമ്മളുടെയൊക്കെ ഈ സ്പേസ് ഉണ്ട്, നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഇൻട്രാക്റ്റീവ് സ്പേസ് എന്ന് പറയുന്ന സാധനം, ആ സ്പേസ് മുഴുവൻ ഈ സൈബർ ഇടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് സൈബർ ഇടങ്ങളിലുള്ള പോരാട്ടമാണ് വരുന്ന കാലത്തെ രാഷ്ട്രീയം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കണക്കാക്കുന്നു. അപ്പോൾ അതിൽ വലിയ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടത്തെ 15,000 പേരെന്ന് പറയുന്നത് ചെറിയ സംഖ്യയൊന്നുമല്ല. അല്ല, അതിൽ കൂടുതലുള്ളത് അവർ കൂടുതലും ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളെയും ഈ CPMൻ്റെ ലേബലിൽ അറിയപ്പെടാത്ത പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെയൊക്കെയാണ്. അത് ശരിയായിരിക്കും. കാരണം അവർ അത്രയും അത് വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ ഒരു 10-50 ചാനലുകൾ പല രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു നല്ല രീതിയിൽ ആളുകളുടെ ഇടയ്ക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 15,000 പേരുകൾ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കേരളത്തിൽ ഇടപെടാനായിട്ട് കഴിയുന്ന ഒരു ശൃംഖലയായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിനെതിരായിട്ട് മറ്റവർക്ക് അത്രയും ആളുകളെ കൊണ്ടുവരാനും പ്രവർത്തിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ആശയം, ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ വിഷയം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആശയമാണ് തലക്ക് പിടിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അങ്ങനെ സ്വാധീനം ചെലുത്താനായിട്ട് അതിന് കഴിയും എന്നുള്ളതാണ് അവരത് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്ക് റീൽസിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതായിട്ടില്ല. ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവർക്ക് ഏത് ഭരണകൂടം ആയിക്കഴിഞ്ഞാൽ ആ ഭരണകൂടത്തിന് എതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന സമയത്ത് സമരം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ സമരങ്ങളില്ല. സമരങ്ങൾ ഒഴിഞ്ഞൊരിടമായിട്ട് CPMൻ്റെ ഇടം മാറിയിട്ടുണ്ട്. അതിന് വലിയ വില CPM നൽകേണ്ടി വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സാർ, ഇപ്പോൾ ഇത് സൈബർ പോരാളികളെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ സൈബർ ഗുണ്ടായിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇരകളായിട്ടുണ്ട് പലരും. ഇപ്പോൾ സാറടക്കം ഈ CPMൻ്റെ വലതുപക്ഷ വ്യതിയാനത്തെക്കുറിച്ചും നയരൂപീകരണത്തിലെ വൈകല്യങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. സാറിന് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും സൈബർ ഗുണ്ടായിസത്തിൻ്റെ. അപ്പോൾ എന്താണ് അതിന് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് തന്നെയാണോ ഈ സൈബർ ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ കാര്യം നേടിയെടുക്കുക എന്നുള്ളൊരു എളുപ്പ വഴിയിലേക്കാണോ CPM പോകും? നമ്മൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. അതായത് എത്രമാത്രം ആളുകളെ കൂടുതലായിട്ട് ഇടപഴകി അവരുടെ ചിന്തയെയും അവരുടെ പ്രവർത്തനത്തെയും മറ്റെല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗുണ്ടായിസമാണ്, സൈബർ ഗുണ്ടായിസം എന്ന്. അത് നമ്മൾ ഈ പാർട്ടിക്കെതിരെ, ഈ പാർട്ടി നടന്ന പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ വിമർശകനം അവർക്ക് അസഹിഷ്ണുമായിട്ട് തോന്നിക്കഴിഞ്ഞ സമയത്ത് ആ അസഹിഷ്ണുത അവർ പ്രകടമാക്കുന്ന ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ പ്രവർത്തനത്തിലൂടെ. എന്നുവെച്ചാൽ നീ ആ തരത്തിൽ സംസാരിക്കേണ്ടതില്ല. അത് യഥാർത്ഥത്തിൽ ഏത് സ്വേച്ഛാധിപത്യ സംവിധാനത്തിൻ്റെയും ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കണക്കാക്കണം. നമ്മളിപ്പോൾ ഗൗരി ലങ്കേഷ് ഇന്ത്യയിലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പത്രപ്രവർത്തകയായിരുന്നു. ഒരു ദിവസം അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കി വെടിവെച്ചു കൊന്നു. ഹിന്ദുത്വ തീവ്രവാദികളാണ് ചെയ്തത്. അതെ. പക്ഷേ അവരത് ചെയ്യുന്ന സമയത്ത് അവർ മറ്റുള്ളവർക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ വരരുത്, ഞങ്ങൾക്കെതിരെ സംസാരിക്കരുത്, സംസാരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ തീർത്ത് കളയും എന്നുള്ളതാണ്.
അതൊരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടറാണ്, ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശമാണ്, അരുതറ തുടരുതറ എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും. CPM-നെതിരെ നിങ്ങൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശരിപ്പെടുത്തും എന്നുള്ളത് ഈ സൈബർ ഗുണ്ടകളുടെ ഒരു പ്രഖ്യാപനമാണ്. ശരിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഇതിനൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവരൊക്കെ അതിന് കീഴ്പ്പെട്ട് പോവുകയും ഒന്നില്ലെങ്കിൽ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. വിമർശനമൊന്നുമില്ല, ഇല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യമാണത്. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, പണ്ടും ഇതെല്ലാം ഉണ്ട് അല്ലേ. റോസ ലക്സംബർഗ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ചിന്തകയുണ്ടായിരുന്നു. അവർ ഈ പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചു. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഇതാണ്: വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം പറയാനായിട്ട് എന്നെ അനുവദിക്കുക, അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണം എന്നവർ പറഞ്ഞത്. അതിന് അനുവദിക്കപ്പെടാത്തിടത്തോളം കാലം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് എനിക്ക് കരുതാനാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് ലെനിൻ അടക്കമുള്ളതായിട്ടുള്ള പാർട്ടി നേതാക്കളോട് സംസാരിച്ച വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകയും പ്രവർത്തകയുമായിരുന്നു യഥാർത്ഥത്തിൽ റോസ ലക്സംബർഗ്. പക്ഷെ അവർ വഴിയിലിട്ട് കൊന്നുകളയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര കാലം മുമ്പാണ്. അതെല്ലാം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഈ പുതിയ കാലത്തെ TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളുടെ കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഇടയിൽ, പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇടയിൽ, രാഷ്ട്രീയത്തിനിടയിൽ ഒക്കെ എല്ലാ പാർട്ടികളിലും വിമർശനം ഉയർത്തുന്ന ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടണം എന്ന് പറയുന്ന അവരുടെ ആഗ്രഹമാണ്. എല്ലാവരും ജനാധിപത്യം പറയും, ഞാൻ ഡെമോക്രാറ്റിക് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയും. പക്ഷേ അത് അവരുടെ നേരെ തിരിയുമ്പോൾ അവർ ഡെമോക്രാറ്റിക്കൽ അൺഡെമോക്രാറ്റിക്കായി മാറിക്കഴിഞ്ഞിരിക്കുക. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്നവർ സൈബർ ഗുണ്ടകളായി മാറുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ മറ്റൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് അതിൻ്റെ. അതായത് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുകയും ആ യൂണിറ്റുകൾ നല്ല രീതിയിൽ സമൂഹത്തിൽ പ്രചരണം നടത്തുകയൊക്കെ ചെയ്താൽ നമുക്കത് സ്വീകരിക്കാം. കാരണം അത് പ്രൊപ്പഗാൻഡയുടെ ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗീബിൾസിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. അത് ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പാർട്ടായിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു ഗീബിൾസ്. ഗീബിൾസ് പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു നുണ 100 ആവർത്തിച്ചാൽ അത് ശരിയായി വരും എന്നുള്ള. എന്നുവെച്ചാൽ എത്ര കൂടുതലായിട്ട് നമ്മളൊരാശയം ആളുകളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നോ ആ ആശയം തിന്ന് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാണ് സമൂഹം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ മസ്തിഷ്കങ്ങളെ നമുക്ക് ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. തലച്ചോറുകളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ, അതിലാണ് ഈ സൈബർ പോരാളികളുടെ പങ്ക് എന്ന് പറയുന്നത് വലുതായിത്തീരുന്നത്. അത് നല്ലതാണെങ്കിൽ അത് സമൂഹത്തിന് പൊതുവെ ഗുണകരമാണ്. അത് മോശമാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അതേപോലെ തന്നെ ജീർണത ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. പക്ഷേ അയാളുടെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നത് 10,000-കണക്കിന് പേരാണ്. പോരാളി ഷാജി ഇതേപോലെ ഒരു സൈബർ ബുള്ളിങ്ങിന് നടത്തുന്ന ഒരു പേജാണ്. ഇത് ഒരു പരിധിവരെ ഈ CPM-ൻ്റെ നയപരിപാടികളൊക്കെ തന്നെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇതെല്ലാം പാർട്ടിക്ക് ബാധ്യതയായി മാറുന്നൊരു ചരിത്രമാണ്. ഈ ഒരു അനുഭവം ഉള്ളപ്പോൾ പിന്നെ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് കിടക്കുന്നത്? അല്ല, നേരത്തെ നമ്മുടെ തന്നെ ഈ പുരാണങ്ങളിലുള്ള ഭസ്മാസുരൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ. അപ്പോൾ ഭസ്മാസുരൻ്റെ പ്രവർത്തികളാണ് ഇവരെല്ലാം ചെയ്യുന്നത്. നമ്മളൊരു ഗുണ്ടയെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അയാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അയാൾക്ക് ഊർജം പകരുമ്പോൾ അയാൾ ഗുണ്ടയാണ് എന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് അയാൾ ഉപയോഗിക്കുകയും അതൊക്കെ നമുക്ക് ആഹ്ലാദകരമായ കാര്യം. പക്ഷേ അയാൾ തിരിച്ച് നമുക്കെതിരെ വരും, നമുക്കെതിരെ കത്തി കയറും. അതാണ് CPM-ന് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയുടെയൊക്കെ കാര്യം അങ്ങനെയാണ്. പോരാളി ഷാജിയുടെ സ്ഥിതി ഇത് തന്നെയാണ്. പല ഘട്ടങ്ങളിലും CPM-നെ സഹായിക്കുന്ന, CPM-ൻ്റെ വലിയ ശക്തിയായിട്ട് ഊർജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന സൈബർ ഇടങ്ങളാണ് അവർ നിർമ്മിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അവർ CPM-നെതിരെ തിരിയും. ഗുണ്ടകളുടെ സ്വഭാവമാണ്. അവരെ സംരക്ഷിക്കുകയും പോറ്റുകയും തലോടുകയും ചെയ്യുന്നിടത്തോളം കാലം അവരെന്ത് ചെയ്യും? അത് അംഗീകരിക്കും. അതിനെതിരായിട്ട് എപ്പോൾ തിരിയുന്നുവോ ആ എതിരായി തിരിയുന്ന കൈകൾ വെട്ടിമാറ്റാനേ അവർ തയ്യാറാവും. അതാണ് ഞാൻ ഈ ഭസ്മാസുരൻ്റെ കാര്യം പറഞ്ഞത് അല്ലേ. വരം കൊടുത്തു, പക്ഷെ അവനത് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവന് വരം നൽകിയ ആ ദൈവത്തിന് നേരെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ശക്തിക്ക് നേരെ തന്നെയാണ്. അവിടെ വെച്ചും നോക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നൊരു വിഷയമാണ്. അത് പല രൂപങ്ങളിലാണ് എന്ന് മാത്രമേ. ഇപ്പോൾ അത് ആകാശ് തില്ലങ്കേരിയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമേ. ഇതിനെ അംഗീകരിച്ചുകൊണ്ടും വളർത്തിക്കൊണ്ടും ഒരിക്കലും CPM പോലെയുള്ളതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ
പറ്റില്ല എന്നവർ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം അതൊരു ജനകീയ സ്വഭാവമുള്ളൊരു പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും വളരാനും കഴിയുള്ളൂ. പകരം ഈ ഗുണ്ടകൾക്ക് സഹായം ചെയ്യുന്നൊരു സംവിധാനമായിട്ട് മാറിയാൽ അത് ഗുണ്ടാ സംഘമായി മാറും. അതിനെ അംഗീകരിക്കാൻ ആളുകൾ തയ്യാറാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തിയും ആയുധം കാട്ടിയും ഒക്കെ അവരെ നിശബ്ദരാക്കിയിരുത്താം. പക്ഷേ എപ്പോഴും ആ നിശബ്ദത സാധ്യമല്ല. ചിലപ്പോൾ ഈ ജനം പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് ജനങ്ങൾ ഇവരെ എന്ത് ചെയ്യുന്നത്, അവരുടെ അധികാര സിംഹാസനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്നത്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ത്രിപുരയെ നോക്കൂ, ബംഗാളിൽ നോക്കൂ എന്നൊക്കെ പറയുന്നത് അവിടേക്ക് ഈ പ്രസ്ഥാനം നശിച്ചു പോയതിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രസ്ഥാനം നശിച്ചു പോയതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനാണ്. ബംഗാളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഗുണ്ടകളും പാർട്ടി പ്രവർത്തകരായിട്ട് മാറുകയും പാർട്ടിയെ അവരുടെ ഗുണ്ടായുസത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ തകർച്ച ഉണ്ടായത് ശരിക്കും പറഞ്ഞു. അതല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പാർട്ടി തയ്യാറില്ല. അതായത് അധികാരം വരുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് CPMൻ്റെ പാർട്ടി ഓഫീസുകളിലേക്ക് ആര് വരും? റിയൽ എസ്റ്റേറ്റുകാർ കടന്നു വരും. അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ടുള്ള ഗുണ്ടകൾ വരും, തെമ്മാടികൾ വരും, എല്ലാവരും കടന്നു വരും. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവരുടെ കയ്യിലാവും. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി തന്നെ നിയന്ത്രിക്കും. അങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഇത് അപകടത്തിലാവുന്നത്. ആ തിരിച്ചറിവ് അവർക്ക് നിലനിർത്താനായിട്ട് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിയുമ്പോൾ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. ഇതുവരെയും ഇതിങ്ങനെ നിലനിന്ന് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. പക്ഷേ ഈ തുടർഭരണം എന്ന് പറയുന്നത് ആ സാധ്യത കൂടി നശിപ്പിച്ചു. ശരിക്കും CPMനെ കൂടുതൽ ജീർണിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോയത് ഈ തുടർഭരണമാണ് ശരിക്കും പറയുന്നത്. അതിൽ ഈ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരിച്ചറിയപ്പെടണം. കാരണം അവർക്ക് വേണ്ടി മാത്രമല്ല, പൊതുസമൂഹത്തിന് വേണ്ടി കൂടിയാണ്. കാരണം ഇതാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രശ്നമെന്ന്. ഇപ്പോൾ നമ്മുടെ വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെറുതെ 2 ബൈക്കിന് പോകുന്ന 2 പിള്ളേർ എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുക എന്തെങ്കിലും സാധനം വെച്ചിട്ട് അതിൽ പോകുന്നൊരു കാറ് തല്ലി വിളിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അയാളും തല്ലിക്കും. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ, അതൊരു ഗുണ്ട മൈൻഡാണ്. അത് നിർമ്മിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല.